സൈബർ ഇടങ്ങളിൽ നടക്കുന്നത് ആൾക്കൂട്ട ആക്രമണങ്ങൾ തന്നെയെന്ന് ഡിവൈഎഫ്ഐ നേതാവ് ജെയ്ക് സി തോമസ്. പൊതുരംഗത്ത് നിൽക്കുന്നവർ സൈബർ ഇടങ്ങളിൽ ക്രൂരമായ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നു. അന്തസ്സോടെ രാഷ്ട്രീയത്തിൽ സമ്മതിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് കുടുംബത്തെക്കുറിച്ച് അപഖ്യാതികൾ പറയുന്നത്. ജെയ്ക് സി തോമസ് 24 പറഞ്ഞു. രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വച്ചപ്പോൾ മുതൽ സൈബർ ഇടങ്ങളിലെ വേട്ടയാടലുകളും ജെയ്ക്കിനെ പിന്തുടർന്നു. ചാനൽ ചർച്ചകളിൽ ഇടതുപക്ഷത്തിന്റെ സജീവ സാന്നിധ്യമായതോടെ കാര്യങ്ങൾ അല്പം കൂടി ഗൗരവമുള്ളതായി. ഓരോ വാക്കുകൾക്ക് പോലും സൈബർ ഇടങ്ങളിൽ ആക്രമണങ്ങൾ പതിവായി. എന്നാൽ ഇതിനെല്ലാം മനക്കരുത്തുകൊണ്ട് തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ജെയ്ക് സി തോമസ്. ഈ ഒരു അപഭ്രംശം ഉണ്ടാകുമ്പോൾ, ഈ ഒരു മാപ്പറിയിക്കാത്ത തെറ്റായ സമീപനം ഉണ്ടാകുമ്പോൾ അത് നടത്തുന്നത് ആരായാലും അവരോടൊക്കെ മുഖമടച്ച നടപടി സ്വീകരിക്കാൻ തയ്യാറാകണം. അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് ഇത്തരം അപഭ്രംശങ്ങളെ നമുക്ക് നേരിടാനും ചെറുക്കാനും കഴിയുക. അപ്പോൾ മാത്രമാണ്. സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ആൾക്കൂട്ട ആക്രമണങ്ങൾ തന്നെയാണ്. സമൂഹത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകുന്നവർ പോലും ആക്രമണങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്നു. വിവിധ വിഭാഗം ആളുകൾ പക്ഷേ ഇത്തരത്തിലുള്ള ക്രൂരമായ ആൾക്കൂട്ടാക്രമണത്തിൻ്റെ ഇരകളാകുന്നുണ്ട്. ഇരകളാകേണ്ട വരുമ്പോൾ ഒരു പ്രതീതി നിർമ്മാണം അവർക്കെതിരെ നടത്തുകയാണ്. അവരെയൊക്കെ സംബന്ധിച്ച് ഇവരാകെ മോശമാണ്, ഇവരൊന്നും നാടിനും മനുഷ്യർക്കും കൊള്ളത്തില്ലാത്ത ആളുകളാണ് എന്നൊരു പ്രതീതി നിർമ്മാണം നടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ദുരന്തപൂർണമായ ഒരു ഭാഗം. കുടുംബത്തിനെതിരെ വരെ സോഷ്യൽ മീഡിയയിൽ ആക്രമണങ്ങൾ ഉണ്ടായി. ഇപ്പോൾ അതിനെ തരണം ചെയ്യാൻ അവരും പഠിച്ചു. പലപ്പോഴും ഇത്തരം ആക്രമണങ്ങൾ നേരെ ചെന്നെത്തുക നമുക്ക് വസ്തുതകൾ കൊണ്ട് ഖണ്ഡിക്കാനാകാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അന്തസ്സോടുകൂടെ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയാതെ വരുമ്പോഴാണ് ഒരുപക്ഷെ ജീവിത പങ്കാളികളെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ചൊക്കെ അപഖ്യാതി പറഞ്ഞ് രക്ഷപ്പെടേണ്ട തരംതാന്ന അവസ്ഥയുണ്ടാകുന്നത്. അപ്പോഴാണ് അത് നിലവാരമില്ലാത്തവരുടെ ഒരു മേഖലയാണ് എന്ന് അവരും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് കാണുന്നത്. വൈകൃതങ്ങൾ ഇറക്കി വെക്കാനുള്ള സ്ഥലമായി പലരും സോഷ്യൽ മീഡിയയെ മാറ്റി. അതുകൊണ്ട് തന്നെ കൂട്ടായ്മകളും പ്രസ്ഥാനങ്ങളും ഈ പ്രവണതയെ ചെറുക്കാൻ തയ്യാറാകണമെന്നും ജെയ്ക് സി തോമസ് പറഞ്ഞു. ടോബി ജോൺസൺ, 24, കോട്ടയം.